Hi everyone, how are you? Welcome to our Hindi class. I think our 6th chapter is completed. All of you study well? Yes, today we are going to start a new chapter. Chapter number 7. All of you take your book, page number 39. बहन का गाँव. Chapter name ബഹൻ കാ സിസ്റ്റേഴ്സ് വില്ലേജ്. ബഹൻ കാ ഗാവ്, സഹോദരിയുടെ ഗ്രാമം. ഒരു സ്റ്റോറിയാണ്, നന്നായിട്ട് ശ്രദ്ധിക്കുക. കുറച്ച് ഫാസ്റ്റല്ല, ഒരു സ്റ്റോറി സിമ്പിൾ സ്റ്റോറിയാണ്. അപ്പോൾ വല്ലാതെ സമയമൊന്നും എടുക്കില്ല എന്ന് വിശ്വസിക്കാം നമുക്ക്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് ശ്രദ്ധിക്കുക. ചാപ്റ്റർ എടുത്ത് കഴിഞ്ഞാലും മിനിമം 5 times എല്ലാവരും വായിക്കുക. ഓക്കെ. എസ് ബഹൻ കാ ഗാവ്. किसान की पत्नी ने हिम्मत और सूझबूझ से अकेले ही डाकू का सामना किया. उसका हृदय परिवर्तन कर सबको उसके भाई से मुक्त किया. अंततः डाकू को वह कदम उठाना पड़ा जिसकी किसी की कल्पना भी नहीं की थी. किसान की पत्नी ने हिम्मत और सूझबूझ से, द फार्मर्स वाइफ विथ करेज एंड विस्डम. ഫാർമറിൻ്റെ ഭാര്യയുടെ ധൈര്യവും അതുപോലെ തന്നെ ശ്രദ്ധിച്ചിട്ടുള്ള പെരുമാറ്റവും. എന്താണ്, ഒരു ടാക്കു എന്താ, റോബറിനോട് അക്കേലെ ഹി ടാക്കു കാ സാമന കിയ, ഫേസ് ദ റോബർ എലോൺ. സോ ഒറ്റയ്ക്ക് ഒരു റോബറിനോട് നേരിടാൻ സാധിച്ചു. ആർക്ക്? കർഷകൻ്റെ ഭാര്യയ്ക്ക് തൻ്റെ ധൈര്യവും അതുപോലെ തന്നെ ചിന്തിച്ച് പ്രവർത്തിക്കാനുള്ള ആ ഒരു ബുദ്ധിയും കൊണ്ട് തന്നെ റോബറിനോട് നേരിടാൻ സാധിച്ചു. ഉസ്കാ ഹൃദയ പരിവർത്തൻ കർ സബ്കോ ഉസ്കെ ഭയ സെ മുക്ത് കിയ. റോബറിൻ്റെ ഹൃദയത്തിൻ്റെ മാറ്റം, ചിന്തയ്ക്ക് മാറ്റം ഉണ്ടാവുകയും എല്ലാവർക്കും റോബറിനോടുള്ള ആ ഭയം ഇല്ലാതാവുകയും ചെയ്തു. അന്തതഃ ടാക്കു കോ വഹ് കദം ഉഠാന പടാ ജിസ്കി കിസിനെ കൽപ്പന ഭി നഹി കി ഥി. ആരുടെ സങ്കല്പത്തിനല്ല, അതായത് പ്രത്യേകം ഈ ചാപ്റ്ററിൽ പറയുന്നുണ്ട്, ഒരു ഒറ്റയ്ക്ക് നിന്നാണ് ആര് നേരിട്ടത്? കർഷകൻ്റെ ഭാര്യ തൻ്റെ ശ്രദ്ധിച്ചുള്ള ഓരോ പെരുമാറ്റം കൊണ്ട് വലിയൊരു റോബറിനെ പരാജയപ്പെടുത്തിയതാണ്. എസ് പാഠ് സിഖാത്താ ഹെ, ദിസ് ലെസൺ ടീച്ചേഴ്സ് നിഡരത ഔർ സാഹസ്, ഫിയർലെസ്നെസ് ആൻഡ് കറേജ്. അല്ലേ? നിഡരത, ധൈര്യം. അതുപോലെ തന്നെ നിഡരത പറഞ്ഞാൽ ഭയമില്ലാത്ത അവസ്ഥ, സാഹസ് ധൈര്യം. ഡർ പറഞ്ഞാൽ പേടി, നിഡരത പേടിയില്ല. ആത്മവിശ്വാസ്, കോൺഫിഡൻസ്, സെൽഫ് കോൺഫിഡൻസിനാണ് ആത്മവിശ്വാസം എന്ന് പറയാം. ദൃഢനിശ്ചയം, ഡിറ്റർമിനേഷൻ, ദൃഢനിശ്ചയം, ഉറച്ചൊരു വിശ്വാസം. സൂച്ച് ബൂച്ച് സെ ഹൃദയ പരിവർത്തൻ കർണയ്ക്ക് ക്ഷമത. എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം? സൂച്ച്ബൂച്ച്, എന്ത് കാര്യം ചെയ്യുമ്പോഴും നന്നായി ആലോചിച്ച് ബുദ്ധിപരമായിട്ട് തന്നെ നേരിടുക. ആ ഒരു എബിലിറ്റി നമുക്കിതിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കും. റിഷ്തോം കി സമ്മാൻ കി ഭാവന. എന്താണ്? എപ്പോഴും നമ്മൾ റിഷ്തോം കി സമ്മാൻ കി ഭാവന, ബന്ധങ്ങളെ നമ്മൾ എന്ത് ചെയ്യാം? റെസ്പെക്റ്റ് ചെയ്യാം. ബന്ധങ്ങളെ റെസ്പെക്റ്റ് ചെയ്യാനുള്ളൊരു സ്വഭാവം ഉണ്ടാവുക. കഠിൻ പരിസ്ഥിതിയോമേ സമാധാൻ ഖോജ്നേക്ക് പ്രവർത്തിക്ക വികാസ്. എന്താണ്? ഏത് ഡിഫിക്കൾട്ട് സിറ്റുവേഷൻസിലാണെങ്കിലും അതിനെ നമ്മൾ എന്ത് ചെയ്യുക? അതിനൊരു സൊല്യൂഷൻ ഫൈൻഡ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി നമുക്ക് ഉണ്ടാക്കുക. ആ ഒരു ടെൻഡൻസിയെ ഡെവലപ്പ് ചെയ്യുക. അതായത് ഡിഫിക്കൾട്ട് സിറ്റുവേഷനിലാണെങ്കിൽ കൂടി, എന്തൊരു പ്രോബ്ലം ആയിക്കോട്ടെ, ഏത് ഡിഫിക്കൾട്ട് സിറ്റുവേഷനിലാണെങ്കിലും അതിനൊരു സൊല്യൂഷൻ ഫൈൻഡ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി നമുക്കുണ്ടാവണം. ആ ടെൻഡൻസിയെ നമ്മൾ ഡെവലപ്പ് ചെയ്യുക. അതാണ് കഠിൻ പരിസ്ഥിതിയോമേ സമാധാൻ ഖോജ്നേക്ക് പ്രവർത്തിക്ക വികാസ്. ओके, मूव ऑन टू लेसन. सुल्ताना टाकू को मरे बरसों बीत गए, पर उत्तर प्रदेश के पश्चिमी ज़िलों में अब भी हर आदमी को उसका नाम याद है. जब वह जीवित था लोग उससे भूत की तरह डरते थे. സുൽത്താന ടാക്കു പേര് കേട്ട ഒരു റോബറായിരുന്നു. അദ്ദേഹം മരിച്ചിട്ട് വർഷങ്ങൾ കഴിഞ്ഞു.
എന്നിരുന്നാലും ഉത്തർപ്രദേശ് പശ്ചിമി ജില്ലമേ എന്താണ് ഉത്തർപ്രദേശത്തിലെ വെസ്റ്റേൺ ഡിസ്ട്രിക്റ്റിലുള്ള ആളുകൾ ഇന്നും അദ്ദേഹത്തെ ഒരു ഭൂതത്തെ പോലെയാണ് ഭയക്കുന്നത്. ഉസ്കാ നാം യാദ് ഹേ വഹ് ജബ് വഹ് ജീവിത ഥാ എപ്പോഴാണോ അവർ ജീവിച്ചിരുന്നത് ലോകസെ ഭൂത് കി തര ഇന്നും അദ്ദേഹത്തെ എല്ലാവരും ഓർക്കുന്നുണ്ട്. അദ്ദേഹം ജീവിച്ചിരുന്ന കാലത്ത് ഒരു ഗോസ്റ്റിനെ പോലെ അദ്ദേഹത്തെ എല്ലാവരും ഭയന്നിരുന്നു. ഓക്കെ, യെസ്, നെക്സ്റ്റ് पैराग्राफ सुल्ताना का टाका टालने का तरीका भी निराला था. സുൽത്താന ടാക്കുവിൻ്റെ പേരാണ്. അദ്ദേഹത്തിൻ്റെ റോബറിയുടെ ഒരു വഴി, തരീക്ക മീൻസ് വേ, തികച്ചും എന്താണ് യുണീക്കായിരുന്നു, ഒരു ഒരു വിചിത്രമായിരുന്നു അദ്ദേഹത്തിൻ്റെ ആ റോബറി. ടാക്ക ടാലിനെ സെ കൈ ദിൻ പെഹലെ അതായത് റോബറിക്ക് വരുന്നതിൻ്റെ കുറേ ദിവസം മുൻപ് തന്നെ അദ്ദേഹം ആ ഗ്രാമവാസികളോട് ജിസ്മേ ഉസെ ടാക്ക ടാലിനെ ഹോത്താത്ത എപ്പോഴാണോ അദ്ദേഹം റോബറിക്ക് വേണ്ടി വരുന്നതെന്നും ഉള്ള ആ ഒരു ഭേജ് ഖബർ വാർത്ത അങ്ങോട്ട് അയക്കും. ഞാൻ ഇന്ന സമയത്ത് ഇന്ന ദിവസം അവിടെ റോബറിക്ക് വേണ്ടി വരുമെന്ന് അവിടെ അറിയിക്കുമായിരുന്നു. കി മേം അമുക് ദിൻ ടാക്ക ടാലിനെ ആവുക, ഞാൻ ഇന്ന ദിവസം വരും. അവർ ടീ കുസീ ദിൻ വഹ് ആ ഗോദാഥ കറക്റ്റ് ആ ദിവസം തന്നെ അദ്ദേഹം വരികയും ചെയ്യും, അദ്ദേഹത്തിൻ്റെ കൂട്ടാളികളുമായിട്ട് വരികയും ചെയ്യും. അതായിരുന്നു സുൽത്താനയുടെ ഒരു റോബറിയുടെ ഒരു വേ എന്ന് വെച്ചാൽ ഒരു തികച്ചും എന്താണ് യുണീക്കായിട്ടുള്ളൊരു വഴിയായിരുന്നു. യെസ്, നെക്സ്റ്റ് പാരഗ്രാഫ് एक बार उसने एक गांव में टाका डालने का खबर भेजी. ഒരു ദിവസം അദ്ദേഹം അടുത്തുള്ള ഗ്രാമത്തിൽ റോബറിക്ക് വേണ്ടിയിട്ടുള്ള ലെറ്റർ അയച്ചു. ഗാവ് ബഡാഥ വലിയ ഗ്രാമമായിരുന്നു. അവർ ഉസ്കെ നിവാസി ഭി ബലവാൻ തേ അവിടുത്തെ ഗ്രാമവാസികളെല്ലാം നല്ല ശക്തി ഉള്ള ആളുകളായിരുന്നു. നല്ല ഉറച്ച് സ്ട്രെങ്ത് ഉള്ള ഉന്നേനെ യഹ് ഇന്തിസാം കിയ അവരെല്ലാ അറേഞ്ച്മെൻറ്റുകളൊക്കെ നടത്തി. അവിടെ സബ് ലോഗ് ഉസ് ദിൻ അപ്പനെ മക്കാൻ ബന്ദിരയ്ക്ക് എല്ലാവരും തൻ്റെ വീടുകളൊക്കെ അടച്ച് പൂട്ടി. അവർ സുൽത്താന ആയത്തോ സുൽത്താന വരുമ്പോൾ ബന്ദൂക്ക് വാല എന്നാൽ ഗൺമാൻസൊക്കെ അപ്പനി ഛത്ത് പർ തൻ്റെ റൂഫിൽ നിന്നും ബന്ദൂക്കൊക്കെ എടുത്ത് റെഡിയായി ഷൂട്ട് ചെയ്യാൻ വേണ്ടി റെഡിയായിട്ട് ഇരുന്നു. ഏക്ക് മക്കാൻ ഗാവ് സെ ജറാ ബാഹർത്ത അപ്പോൾ ആ ഗ്രാമത്തിലേക്ക് വരുന്ന ഓൾറെഡി അറിയിക്കും. അങ്ങനെ ഈ ഗ്രാമത്തിലും അറിയിച്ചു ഇന്ന ദിവസം ഞാൻ വരുമെന്ന്. അപ്പോൾ ഈ ഗ്രാമത്തിൽ അറിയിച്ചപ്പോൾ ആ ഗ്രാമവാസികളൊക്കെ നല്ല ബലവാന്മാരായിരുന്നു, നല്ല സ്ട്രെങ്ത് ഉള്ള ആളുകളായിരുന്നു. അങ്ങനെ അവരുടെ വീടുകളൊക്കെ നല്ല താഴിട്ട് പൂട്ടി ബന്ധിച്ചു. വീട്ടിൻ്റെ മുകളിൽ നിന്നും ഛത്ത് പറഞ്ഞാൽ റൂഫിൽ നിന്ന് എന്ത് ചെയ്ത് ഗണ്ണൊക്കെ എടുത്ത് പൊടി തട്ടി റെഡിയാക്കി വെച്ചു. ഇങ്ങനെ ഇരിക്കെ നമ്മുടെ സുൽത്താന വന്നെത്തി ഗ്രാമത്തിലേക്ക്. ഏക്ക് മക്കാൻ ഗാവ് സെ ജറാ ബാഹർത്ത എന്ന ഗ്രാമത്തിൽ നിന്ന് കുറച്ച് അല്പം മാറിയിട്ടൊരു വീടുണ്ടായിരുന്നു. മക്കാൻ ഇവിടെ ബന്ദൂക്ക് വാലെ മക്കാൻ ഗാവ് കാ ജറാ ബാഹർത്ത ഒരു പുറത്തായിട്ട് കുറച്ച് ദൂരമായിട്ടൊരു വീടുണ്ടായിരുന്നു. ഉസ്മേ മേക്ക് കിസാൻ അപ്പനി പത്നിക്ക് സാത്ത് രഹത്താത്ത ആ വീട്ടിലൊരു കർഷകനും അദ്ദേഹത്തിൻ്റെ ഭാര്യയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സമയക്ക് ബാത്ത് കി പതി ബാഹർ ഗയ അതായത് മാറ്റർ ഓഫ് ടൈം ഈ സംഭവം നടക്കുന്ന സമയത്ത് പതി ബാഹർ ഗയ കർഷകൻ അവിടെ ഉണ്ടായിരുന്നില്ല. അവർ ഘർമേ അകേലി പത്നി ഥി അദ്ദേഹത്തിൻ്റെ പത്നി ഒറ്റയ്ക്കായിരുന്നു വീട്ടിലുണ്ടായിരുന്നത്. ഗാവ് വാലോങ്കി സലാഹ് ഹുസ്നെ മാനി ഗ്രാമവാസികളെല്ലാവരും അവരോട് പറഞ്ഞു ഇന്ന് സുൽത്താന വരും, വീടൊക്കെ നന്നായിട്ട് അടച്ച് പൂട്ടിയിരുന്നോണം ഒക്കെ പറഞ്ഞതാ. എന്നാൽ ഗാവ് വാലോങ്കി സലാഹ് ഗ്രാമവാസികളുടെ അഡ്വൈസ് ഉസ്നെ നമാനി അവർ അംഗീകരിച്ചില്ല, അതൊന്നും വലിയ കാര്യമാക്കിയില്ല. മനസ്സിലായത്രേ. ടീക്ക് താരീഖ് പർ താരീഖ് മീൻസ് ഡേറ്റ്, കറക്റ്റ് ഡേറ്റിൽ തന്നെ സുൽത്താന അപ്പിനെ ദൽ കെ സാത്ത് പഹുഞ്ച സുൽത്താന തൻ്റെ ഗ്രൂപ്പുമായിട്ട് അവിടെ എത്തി. ഉസ്ക രാസ്ത ബി ഉസ് അകേലെ മക്കാൻ കി തറഫ് സേ ഥാ അവർ വരുന്ന വഴിയിലാണ് ആരുടെ വീട്? നമ്മുടെ കർഷകൻ്റെയും പത്നിയുടെയും വീട്. മഖാൻ ഖുലാ ഹുവാത വീടൊക്കെ തുറന്നിട്ടിരിക്കുകയാണ്. അവർ ഉസ്കെ ദ്വാർ പർ വഹ് സ്ത്രീ ഖടി ഹെ വീടിൻ്റെ ആ വാതിൽക്കൽ തന്നെ ഒരാൾ നിൽക്കുന്നുണ്ട്, ഒരു സ്ത്രീ ആയിരുന്നു അത്. സുൽത്താനെ കടക്കറുപ്പിച്ച ലിറ്ററലി ആസ്ക് പെട്ടെന്ന് തന്നെ സുൽത്താൻ പോകുന്ന വഴിയല്ലേ പെട്ടെന്ന് ഇങ്ങനെ ചോദിച്ചു,
തൂ യഹാ ക്യോം ഖടി ഹേ, നീ എന്താ ഇവിടെ നിൽക്കണേ? ഞാൻ വരുന്നൊക്കെ പറഞ്ഞല്ലോ, എല്ലാവരും വീടൊക്കെ ബന്ധിച്ചിരിക്കണല്ലോ, നീ എന്താ ഇവിടെ നിൽക്കുന്നേ? സ്ത്രീനെ നിർഭയദാസെ കഹ, സ്ത്രീ ഒരു പേടിയും കൂടാതെ, ഒരു ഭയവും ഫിയർലെസ്നെസ്ലി കഹ പറഞ്ഞു, ഭായി തേരാ ഇന്തിസാം കർ രഹി ഹോ, ഞാൻ നിന്നെ വെയിറ്റ് ചെയ്യായിരുന്നു സഹോദര. ഭായി സഹോദര, ബ്രദർ. തേരാ ഇന്തിസാർ, ഇന്തിസാർ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ നിന്നെ എന്ന് പറഞ്ഞു. ഓക്കെ, ആരോടാ പറയണേ? ഠാക്കുവിനോടാ പറയണേ. സുൽത്താന ഹംസ് പട, ഇത് കേട്ട് സുൽത്താന ചിരിച്ചു. തൂ മേരാ ഇന്തിസാർ ക്യോം കർ രഹി ഹോ, നീ എന്തിനാ എന്നെ വെയിറ്റ് ചെയ്യണം? സ്ത്രീനെ ശാന്തി സെ ഉത്തർ ദിയ, ദ വുമൺ ആൻസേർഡ് കാംലി. അല്ലേ, എന്താണ്? ശാന്തി സെ, കാംലി ആയിട്ട് ഉത്തരം പറഞ്ഞു. ഭായി ആജ് കാ ദിൻ ഹി ഇന്തിസാർ കാ ഹേ, ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത നിനക്കറിയില്ലേ? ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകതയാണ് പ്രതീക്ഷയുടെ ദിനം. ഇന്തിസാർ കാ ഹേ, വെയിറ്റിങ്ങിൻ്റെ ദിവസമാണ്, പ്രതീക്ഷയുടെ ദിവസമാണെന്ന്. സുൽത്താന കുച്ച് മത്ലബ് നഹി സമझ, സുൽത്താനക്കൊന്നും മനസ്സിലായില്ല. പർ ഉസ് സ്ത്രീ കി തറഫ് ബട, എന്നിട്ട് ആ സ്ത്രീയുടെ അടുത്തേക്ക് പോയി. ഒന്നും മനസ്സിലായില്ല. നീ എന്താ ഇവിടെ നിൽക്കുന്നതെന്ന് ചോദിച്ചു. ഞാൻ വരുന്നൊക്കെ പറഞ്ഞല്ലോ, പിന്നെ എന്താ ഒരു കൂസലും ഇല്ലാതെ വാതിൽക്ക് എങ്ങനെ നിൽക്കണമെന്ന് ചോദിച്ചപ്പോൾ, ഭായി ഞാൻ നിന്നെ പ്രതീക്ഷിച്ചിരിക്കുകയാണെന്ന് റോബറിനോടാണ് ചോദിക്കുന്നത്. നീ എന്നെ പ്രതീക്ഷിക്കാനോ? എന്താ കാരണം എന്നും പറഞ്ഞുകൊണ്ട് സ്ത്രീയുടെ അടുത്തേക്ക് ചെന്നു. സുൽത്താനക്കൊന്നും മനസ്സിലായില്ല. പർ ഉസ് സ്ത്രീ കി തറഫ് ബട ഔർ ഉസ്നെ ദേഖ, അവളെ നോക്കിക്കൊണ്ട് പറഞ്ഞു, സ്ത്രീ കാ ആംഗൻ ഗോബർ സെ ലിപ്പാ ഹുവാ ഹെ, കോട്ടിയാട്, ആംഗൻ എന്ന മുറ്റം, എന്താണ്? കൗഡങ്ക് കൊണ്ട് നന്നായിട്ട് ഇങ്ങനെ മെഴുകിയിരുന്നു. കണ്ടില്ലേ, ചാണകം മെഴുകുന്നതാണല്ലേ, അതാണ് കൗഡങ്ക് അല്ലേ. ഗോബർ എന്ന് വെച്ചാൽ ചാണകം, കൗഡങ്ക്. അതുകൊണ്ട് നന്നായിട്ട് മുറ്റമൊക്കെ നന്നായിട്ട് മെഴുകി വൃത്തിയാക്കി വെച്ചിരുന്നു. അവർ ചൗക്കി പർ, അതിൻ്റെ മൂലയിൽ ഒരു സ്റ്റൂളിൽ, ചൗക്കി മീൻസ് സ്റ്റൂളിൽ, ഏക്ക് ധാൽമേം, ഒരു പാത്രത്തിൽ, രോലി ചാവൽ ലഡ്ഡു അവർ നാരിയൽ രഖാ ഹുവാ ഹേ, എന്താണ്? എള്ള്, അരി, ലഡു ഒക്കെ അങ്ങനെ വെച്ചിട്ടുണ്ട് ഒരു പാത്രത്തിൽ. നാരിയൽ എന്താ? കോക്കനട്ട്. സുൽത്താനാനെ പൂച്ച ഏ സബ് യഹാ ക്യോ രഖാ ഹേ, ഇതൊക്കെ എന്തിനാണ് ഇവിടെ വെച്ചിട്ടുള്ളത്? അവർ ആരതി ഒഴിയാൻ വേണ്ടി ഒരു പാത്രത്തിൽ അവരെന്തെങ്കിലും വിശേഷ ദിവസങ്ങളിലൊക്കെ വെക്കും. നല്ല തളികയിൽ എള്ളും പൂവും അതുപോലെ തന്നെ അരിയും നാളികേരമൊക്കെ വെക്കും. സുൽത്താനാനെ പൂച്ച, സുൽത്താന ചോദിച്ചു, ഏ സബ് ക്യോ രഖാ ഹേ, ഇതൊക്കെ എന്തിനാണ് ഇവിടെ വെച്ചിട്ടുള്ളത്? സ്ത്രീനെ കഹ, സ്ത്രീ മറുപടി പറഞ്ഞു, തുമേ പതാ നഹി, നിനക്ക് അറിയില്ലേ? ആജ് കാർത്തിക് ശുക്ല ദ്വിതീയ ഹേ, ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്താ? ഇന്ന് കാർത്തിക് ശുക്ല ദ്വിതീയാണ്, ഒരു പ്രത്യേക ദിവസമാണത്. ഭയ്യാദൂജ്, സഹോദരന്മാരുടെ ദിവസമാണ്. ആജ് കെ ദിൻ, ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത്, ഹർ ബഹൻ, എല്ലാ സഹോദരിമാരും അപ്പനെ ഭായിക്ക് മസ്തക് പർ, തൻ്റെ സഹോദരങ്ങളുടെ ഫോർഹെഡിൽ മസ്തക് തിലക് ലഗാക്കർ, തിലകം ചാർത്തിയിട്ട്, മിഠായി ഖിലാത്തി ഹേ, സ്വീറ്റ്സൊക്കെ കഴിപ്പിക്കും. അവർ നാരിയൽ ഭേണ്ട് കർത്തി ഹേ, തേങ്ങ ഉടക്കൊക്കെ ചെയ്യും. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ടുഡേ കാർത്തിക് ശുക്ല ദ്വിതീയ ഹേ, ഇന്ന് കാർത്തിക് ശുക്ല ദിവസമാണ്. അതായത് ഭയ്യാദൂജ്, ഞങ്ങൾ ആഘോഷിക്കുന്നത് ഭയ്യാദൂജ് എന്നാണ്. അതായത് ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത, ഓരോ സഹോദരിയും തൻ്റെ സഹോദരൻ്റെ ആരതി ഒഴിഞ്ഞിട്ട് അവരുടെ നെറ്റിയിൽ തിലകം ചാർത്തിയിട്ട് മിഠായിയൊക്കെ കഴിപ്പിക്കുന്ന ദിവസമാണ്. സുൽത്താന ഭൗച്ചഗ്രഹ ഗയ, സുൽത്താന അന്തമിട്ടിങ്ങനെ നിന്നു. ഉസ്നെ കഹ, എന്നിട്ട് പറഞ്ഞു, പകലി മേ തോ ടാക്കുഹും, പകലി പറഞ്ഞാൽ അന്തല്ലാത്തത് എന്നൊക്കെ പറയില്ലേ, അന്തല്ലാത്തവളെ, ബുദ്ധി ഇല്ലാത്തവളെ, ഭ്രാന്തി അങ്ങനെയൊക്കെ പറയും. പകൽ പറഞ്ഞാൽ ശരിക്കും ഭ്രാന്ത് എന്നാ, ഭ്രാന്തി. മേ തോ ടാക്കുഹും, ഞാൻ ആരാ? റോബറാണ്. അവർ തുമാരി ഗാവ് കോ ലൂട്ടിനെ ആയാ, ഞാൻ നിൻ്റെ ഗ്രാമത്തെ റോബ് ചെയ്യാൻ വേണ്ടി വന്നത്, കൊള്ളയടിക്കാൻ വേണ്ടി വന്നതാണ്. ബഡി ബേഫിക്രി സേ സ്ത്രീനെ കഹ, ഒരു പേടിയും കൂടാതെ ധൈര്യത്തോടു കൂടി സ്ത്രീ പറഞ്ഞു, ഹോങ്കെ ടാക്കു അവർ ആയേ ഹോങ്കെ ലൂട്ടിനെ, നീ വന്നോ? കൊള്ളയടിക്കാനോ കൊല്ലാനോ കൊള്ളയടിക്കാനോ എന്തിനു വേണമെങ്കിലും ആയിക്കോട്ടെ. എന്നാൽ ആജിക്ക് ദിന്തോ, എന്നാൽ ഇന്നത്തെ ദിവസം ജോ ദ്വാർ പർ ആത്താ ഹെ, ആരാണോ എൻ്റെ ഡോറിൽ എത്തുന്നത്,
വഹ് ഭായി ഹി ഹോത്ത ഹെ, അതെൻ്റെ സഹോദരനായിരിക്കും. ആരായിക്കോട്ടെ, റോബറായിക്കോട്ടെ, കൊള്ളക്കാരനായിക്കോട്ടെ, കള്ളനായിക്കോട്ടെ, ആരായിക്കോട്ടെ, ഇന്ന് എൻ്റെ വീട്ടിൻ്റെ ഡോറിൽ ആരാണോ വരുന്നത് അത് എൻ്റെ സഹോദരനായിരിക്കും. പ്രത്യേകിച്ചും ഇന്ന് ഭയ്യാദൂജിൻ്റെ ദിവസമാണ്. വഹ ഭായി ഹി ഹോത്താ ഹെ അവർ ഉസ്നെ സുൽത്താനാക്കെ മസ്തക് പർ തിലക് കർ ദിയ. അതും പറഞ്ഞുകൊണ്ട് അവരെന്ത് ചെയ്തു, ആ താലി എടുത്തിട്ട് അതിൽ നിന്നും തിലകം ചാർത്തി കൊടുത്തു സുൽത്താനയുടെ നെറ്റിയിൽ. സുൽത്താനാനെ കുച്ച് സോച്ച, സുൽത്താൻ ഇങ്ങനെ ചിന്തിച്ചു. ജേബ് മേ കിത്തനെ ഭി റുപ്പയ, അപ്പം ഇങ്ങനെ കൊടുക്കുമ്പോൾ അത് സന്തോഷത്തിന് വേണ്ടി അവരെന്ത് ചെയ്യും, പൈസ എന്തെങ്കിലും കൊടുക്കും. ജേബ് മേ ജിത്തനെ ഭി റുപ്പയെ തേ നിക്കാൽ കർ ധാൽ മേ നിൽക്കുന്നത്, പോക്കറ്റിൽ കൈയിട്ടിട്ട് കുറച്ച് ക്യാഷ് എടുത്തിട്ട് ആ പാത്രത്തിലിട്ട് കൊടുത്തു. ഫിർ ഭാവ് ഖോക്കർ പോലെ, എന്നിട്ട് ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, ബഹൻ സഹോദരി, തീർച്ചയായിട്ടും അവരുടെ വലിയ വിശ്വാസമാണത്. അപ്പോൾ സുൽത്താനയുടെ സഹോദരിയായി ഈ സ്ത്രീ. കാരണം കാർത്തിക് ശുക്ല ദ്വിതീയ ദിവസം ഭയ്യാദൂജിൻ്റെ ദിവസത്തെ വീട്ടിൽ ആര് വന്നാലും, പ്രത്യേകിച്ച് ആണുങ്ങൾ പുറത്തുനിന്ന് വന്നാലും അവരെന്താണ്, സഹോദരനായിരിക്കും. അപ്പോൾ സഹോദരനെ ആരതി ഉഴിഞ്ഞ് സ്വീകരിക്കുക, സഹോദരനായിട്ട് അംഗീകരിക്കുക, അങ്ങനെ ഒരു ചടങ്ങ് അവർക്കുണ്ട്. അവൾ ഏത് റോബറി ആയിക്കോട്ടെ, ഞാൻ എൻ്റെ കടമ നിർവഹിച്ച് ഇന്ന് എൻ്റെ വീടിൻ്റെ ഡോറിൽ ആര് വന്നാലും അതെൻ്റെ സഹോദരനാണെന്ന് പറഞ്ഞിട്ട് തിലകം ചാർത്തി കൊടുത്തു. ഉടനെ സുൽത്താനൊക്കെ പിന്നെ ഒന്നും ചെയ്യാനില്ല. അവരെന്ത് ചെയ്തു, പോക്കറ്റിൽ കൈയിട്ട് കുറച്ച് രൂപ അതിനകത്തേക്ക് വെച്ച് കൊടുത്തു. ഫിർ ഭാവ് ഖോക്കർ ബോല, എന്നിട്ട് പറഞ്ഞു, ബഹൻ സുൽത്താന ബന്ദൂക്കി ഗോലിയോൻ സെ നെഹി ഡർത്ത, സഹോദരി ഞാൻ ഒരിക്കലും സുൽത്താന അവരെ തന്നെ പറയാണ്, സുൽത്താന ഒരിക്കലും എന്താണ്, തോക്കിലെ ഉണ്ടകളെ ഭയന്നിട്ടില്ല. അല്ലേ, ഗണ്ണിൽ നിന്നും വരുന്ന ഉണ്ടകളെ ഒരിക്കലും ഞാൻ എന്ത് ചെയ്തിട്ടില്ല, ഭയന്നിട്ടില്ല, അതെനിക്കൊരു ഭയം ഉണ്ടാക്കിയിട്ടില്ല. എന്നാൽ തൂനെ ഉസെ അപ്പനെ ചാവൽ കെ ചർറോം സെ ഹരാ ദിയ, നീ എന്നെ കേവലം ഈ അരി എള്ള് പൂവൊക്കെ കൊണ്ട് നീ എന്നെ പരാജയപ്പെടുത്തി കളഞ്ഞല്ലോ എൻ്റെ സഹോദരി. ഇതനാ കഹനെ കെ സാഥ് ഹി സുൽത്താനെ അപ്നി ആംഖോ മേ ഭർ ആയ ആംസു ബഹൻ സെ ചുപ്പാനെ കെ ലിയെ മുഹ് ഫേർ ദിയ. ഇത്രയും പറഞ്ഞുകൊണ്ട് തൻ്റെ കണ്ണ് നിറഞ്ഞത് കാണിക്കാതെ, തൻ്റെ സഹോദരിയാണല്ലോ പിന്നെ, സഹോദരിയെ കാണിക്കാതെ തല തിരിച്ചുപോയി. ബഹൻ കെ ഘർ സെ ലൗട്ടെ ഹുയെ സുൽത്താനാനെ അപ്നെ സാത്തിയോം സെ കഹ, അങ്ങനെ ആ വീട്ടിൽ നിന്നും, അപ്പോൾ സഹോദരിയുടെ വീടായല്ലോ, സഹോദരിയുടെ വീട്ടിൽ നിന്നും മടങ്ങിയപ്പോൾ സുൽത്താന തൻ്റെ കൂട്ടുകാരോടായിട്ട്, സാത്തിയോം ഫ്രണ്ട്സിനോടായിട്ട് പറഞ്ഞു, സബ് ജഗഹ് ഐലാൻ കർദോ, എല്ലായിടത്തും ഡിക്ലെയർ ചെയ്യൂ, എന്ത്, കോയി ചോർ ടാക്കു ഇസ് ഗാവ് മേ നായ, ഒരിക്കലും ഒരു കള്ളനും കൊള്ളക്കാരനും ഇനി ഈ ഗ്രാമത്തിൽ വരാൻ പാടില്ല. ക്യോങ്കി എന്തെന്നാൽ യെസ് സുൽത്താന കി ബഹൻ കാ ഗാവ് ഹെ, യെസ് ദിസ് ഈസ് സുൽത്താന സിസ്റ്റേഴ്സ് വില്ലേജ്, ഇത് സുൽത്താനയുടെ സിസ്റ്ററിൻ്റെ വില്ലേജാണ്. ഇനി ഒരിക്കലും ഒരു ടാക്കോ റോബറോ കൊള്ളക്കാരനോ കള്ളനോ ഒന്നും ഈ ഗ്രാമത്തിൽ വരാൻ പാടില്ല. ക്യോങ്കി യെസ് സുൽത്താന കി ബഹൻ കാ ഗാവ് ഹെ. ഓക്കെ, if you read well 5 times minimum. Keyword meanings. All of you understand chapter? Yes. Abhyas. Shabdarth, word meanings. First word taku, टाका डालने वाला, रॉबर. भूत, प्रेत, पिशाच, घोस्ट. टाका, लूट, टकैती, रॉबरी. निराला, अजीब, स्ट्रेंज. इंतज़ाम करना, व्यवस्था करना, अरेंजमेंट. दल, ग्रुप. कड़क कर, जोर से, लाउडली. निर्भयता, फियरलेसनेस. न डरना, निडरता, फियरलेसनेस. मतलब, आशय, अर्थ, मीनिंग. चौकी, 4 പായോം വാലി ആസൻ, എ സ്റ്റൂൾ, ഇരിപ്പിടം, 4 കാലുള്ള ഇരിപ്പിടത്തിനാണ് ചൗക്കി എന്ന് പറയുന്നത്. ചൗക്കി. ऐलान, सार्वजनिक घोषणा, अनाउंसमेंट, डिक्लेरेशन, अല്ലേ? ओके, नेक्स्ट प्रश्नों के उत्तर दे. आंसर दिस क्वेश्चंस. फर्स्ट मौखिक क्वेश्चंस, ओरल. फर्स्ट क्वेश्चन, लोग भूत की तरह किससे डरा करते थे? ജനങ്ങൾ ഭൂതത്തെ പോലെ ഭയന്നിരുന്നത് ആരെയാണ്? ഫസ്റ്റ് സ്കിപ്പ് ദ ക്വസ്റ്റ്യൻ വേർഡ്. വാട്ട് ഈസ് ദ ക്വസ്റ്റ്യൻ വേർഡ്? യെസ്, കിസ്സെ. ദെൻ സ്കിപ്പ് ആൻഡ് റൈറ്റ് ദ ആൻസർ. സുൽത്താന ടാക്കൂസെ.
सुल्ताना टाकू से भूत की तरह डरते हैं. Second one, second question, सुल्ताना ने स्त्री के घर के बाहर क्या रखा देखा. സുൽത്താന സ്ത്രീയുടെ വീടിൻ്റെ പുറത്ത് എന്താണ് കണ്ടത്? ഒരു പാത്രത്തിൽ എന്തോ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, എന്താണ് അതെന്നാ ചോദിച്ചത്. സോറി, മൗഖിക് ക്വസ്റ്റ്യനിൽ സെക്കൻഡ് വൺ, ഗാവ് കെ നിവാസി കൈസേ ഥേ അല്ലേ. വാട്ട് ഈസ് ദ ക്വസ്റ്റ്യൻ വേർഡ് ദിസ് ക്വസ്റ്റ്യൻ? കൈസേ. കൈസേ സ്കിപ്പ് ചെയ്തിട്ട് എഴുതാം. ബലവാൻ. गाँव के निवासी बलवान थे. गाँव के निवासी कैसे थे? गाँव के निवासी बलवान थे. Yes, third one, സ്ത്രീ ने किसकी सलाह नहीं मानी. സ്ത്രീ ആരുടെ അഡ്വൈസ് ആണ് സ്വീകരിക്കാതിരുന്നത്? കിസ്കി സ്കിപ്പ് ചെയ്തിട്ട് എഴുതാം. കിസ്കിയാണ് ക്വസ്റ്റ്യൻ വേർഡ്, അത് അവോയ്ഡ് ചെയ്തിട്ട് ഗാവ് വാലോം കി. फोर्थ वन, സുൽത്താന ने थाल में क्या रख दिया. സുൽത്താന ആ പാത്രത്തിൽ എന്താണ് വെച്ച് കൊടുത്തത്? സ്ത്രീ പിന്നെ ആരതി ഒഴിഞ്ഞിട്ട് ആ പാത്രത്തിൽ എന്തോ സുൽത്താന വെച്ച് കൊടുത്തു. എന്തായിരുന്നു അത്? ക്യാ സ്കിപ്പ് ചെയ്തിട്ട് എഴുതുക. ജേബ് സേ പോക്കറ്റിൽ നിന്ന്, കുച്ച് റുപ്പയെ കുറച്ച് ക്യാഷാണ്. ലിസൺ വൺസ് മോർ. लोग भूत की तरह किससे डरा करते थे. लोग भूत की तरह सुल्ताना टाकू से डरा करते थे. सेकंड वन, गांव के निवासी कैसे थे. गांव के निवासी बलवान थे. स्त्री ने किसकी सलाह नहीं मानी. स्त्री ने गांव वालों की सलाह नहीं मानी. फोर्थ वन, सुल्ताना ने थाल में क्या रख दिया. सुल्ताना ने थाल में जेब से कुछ रुपये रख दिया. Okay, have you done? Okay, yes. Second, लिखित questions, written questions. First question, गांव वालों ने टाकू के आने से पहले क्या इंतजाम किया. ഗ്രാമവാസികൾ ടാക്കു കെ ആനെ സെ പെഹലെ, ടാക്കു വരുന്നതിന് മുൻപ് എന്തെല്ലാം അറേഞ്ച്മെൻറ്റ്സ് ആണ് ചെയ്തത്? ലിഖിത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഗാँव वालों ने टाकू के आने से पहले क्या इंतजाम किया. എന്തൊക്കെ അറേഞ്ച്മെൻ്റാണ് ഗ്രാമവാസികൾ ടാക്കു വരുന്നതിന് മുൻപ് ചെയ്തത് എന്നാണ്. അപ്പോൾ ക്യാ ഇന്തസാം കിയ എന്നാണ് ക്വസ്റ്റ്യൻ വേർഡ്, അത് അത്രയും സ്കിപ്പ് ചെയ്യുക. എന്നിട്ട് എഴുതുക അപ്പനെ അപ്പനെ മക്കാൻ ബന്ദ് രഖേ. बंद रखे. बंदूक वाले अपनी छत पर से ബന്ദൂക്ക് ചലായേ. അപ്പോൾ സ്കിപ്പ് ചെയ്യേണ്ടത് എന്താണെന്നറിയില്ലേ? ക്വസ്റ്റ്യൻ വേർഡ് മാത്രമല്ല, ഇന്തിസാം ക്യാ ഇന്തിസാം കിയ അത്രയും സ്കിപ്പ് ചെയ്തിട്ട് വേണം എഴുതുക. എന്താണ്? അപ്പനെ അപ്പനെ മക്കാൻ ബന്ദ് രഖേ, ഓരോരുത്തരും തൻ്റെ വീടുകളൊക്കെ അടച്ച് ഭദ്രമാക്കി വെക്കുകയും ബന്ദൂക്ക് ചത്തറ റൂഫിൽ നിന്നും തോക്കൊക്കെ എടുത്തിട്ട് റെഡി ആയിട്ടിരിക്കുകയാണ് ചെയ്തത്. സെക്കൻഡ് വൺ, സുൽത്താന സ്ത്രീ കെ ഘർ കെ ബാഹർ ക്യാ രഖാ ദേഖാ. സുൽത്താന സ്ത്രീയുടെ വീടിൻ്റെ പുറത്ത് എന്താണ് വെച്ചത് കണ്ടത്? അപ്പോൾ ക്യാ ആണ് സ്കിപ്പ് ചെയ്യേണ്ടത്. സ്കിപ്പ് ദ ക്വസ്റ്റ്യൻ വേർഡ് ക്യാ. ദെൻ റൈറ്റ് ചൗക്കി पर
चौकी पर थाल में, थाल प्लेറ്റിൽ, चौकी സ്റ്റൂള്, रोली चावल लड्डू और नारियल. ബാക്കി ക്വസ്റ്റ്യനിലുണ്ട്, ക്വസ്റ്റ്യൻ ചേർത്ത് തന്നെ എഴുതാം കേട്ടോ. അപ്പോൾ സ്റ്റൂളിൽ, प्लेटिल रोली चावल लड्डू और नारियल रखा देखा. थर्ड वन, स्त्री ने भैया दूज के विषय में क्या बताया? भैया दूज है कार्तिक शुक्ला द्वितीയ. കാർത്തിക് ശുക്ല ദ്വിതീയാണ് ഭയ്യാദൂജ്. ആ വിഷയത്തെക്കുറിച്ച്, ആ ദിവസത്തെക്കുറിച്ച് എന്താണ് സ്ത്രീ പറഞ്ഞത്? അപ്പോൾ അവിടെ ക്യാ ബതായ എന്നാണ് സ്കിപ്പ് ചെയ്യേണ്ടത്, അവിടെ എഴുതുക. അപ്പോൾ സ്ത്രീനെ ഭയ്യാദൂജ് കെ വിഷയമേ ബതായ कि भैया दूज के दिन हर बहन, ഓരോ സഹോദരിയും, ബഹൻ अपने भाई के, തൻ്റെ സഹോദരൻ്റെ मस्तक पर तिलक लगाकर मिठाई खिलाती है. और नारियल भेंट करती है. ओके, भैया बताया എന്താണ് भैया दूज के विषय में स्त्री ने बताया कि भैया दूज के दिन हर बहन अपने भाई के मस्तक पर तिलक लगाकर मिठाई खिलाती है और नारियल भेंट करती है. फोर्थ क्वेश्चन, സുൽത്താന ने किस बात का ऐलान किया? ऐलान मीन्स अनाउंसमेंट. എന്താണ് അനൗൺസ് ചെയ്തത്? സുൽത്താനെ ऐलान किया. അതൊന്നും സ്കിപ്പ് ചെയ്യേണ്ട, അതുപോലെ അങ്ങ് എഴുതിയാൽ മതി. सुल्ताना ने ऐलान किया कि यह उसकी बहन का गाँव है. इसलिए इതുകൊണ്ട് कोई चोर डाकू इस गांव में न आए. कोई चोर डाकू इस गांव में സുൽത്താന ने ऐलान किया, അനൗൺസ് ചെയ്തത് എന്താ? कि यह उसकी बहन का गाँव है. ഇതവൻ്റെ സഹോദരിയുടെ ഗ്രാമമാണ്. ഇതുകൊണ്ട് തന്നെ ഒരു കള്ളന്മാരും കൊള്ളക്കാരും ഈ ഗ്രാമത്തിലേക്ക് വരാൻ പാടില്ല എന്നാണ് അനൗൺസ് ചെയ്തത്. പെട്ടെന്ന് എഴുതിക്കേ. നെക്സ്റ്റ്, കിസ്നെ കിസ്സെ കഹ. ഹൂ സെഡ് ടു ഹൂം. ആര് ആരോട് പറഞ്ഞു എന്നുള്ളതാണ്. തൂ യഹാം ക്യോം ഖടി ഹെ. കിസ്നെ കഹ? സുൽത്താനെ കഹ. അവിടെ നേ എഴുതേണ്ടത്. ഫസ്റ്റ് എഴുതുമ്പോൾ നേയും സെക്കൻഡിൽ സേയുമാണ് ചേർത്ത് കൊടുക്കുക. കിസ്നെ ആര്, കിസ്സെ ആരോട്, ഹൂ സെഡ് ടു ഹൂം എന്നല്ലേ. തൂ യഹാം ക്യോം ഖടി ഹെ. ഫസ്റ്റിൽ സുൽത്താനെ കിസാൻ की पत्नी से. Have you done it?
സുൽത്താനാനെ കിസ്നെ എന്നുള്ളിടത്ത് किसने कहा, किससे कहा. तू यहाँ क्यों खड़ी है, നീ എന്താ ഇവിടെ നിൽക്കുന്നേ എന്ന് ചോദിച്ചത് സുൽത്താനാണ് ചോദിച്ചത് കിസാൻ की पत्नी से. ओके, सेकंड वन, तुम्हें पता नहीं, നിനക്കറിയില്ലേ, आज कार्तिक शुक्ला द्वितीया है, ഇന്ന് കാർത്തിക് ശുക്ല ദിവസമാണെന്ന് നിനക്കറിയില്ലേ. यह किसान की पत्नी ने सुल्ताना से. तूने उसे अपने चावल के छर्रों से हरा दिया. സുൽത്താന ने കിസാൻ की पत्नी से. നീ കേവലം എന്താണ് അരി കൊണ്ട് നീ എന്നെ പരാജയപ്പെടുത്തി എന്ന് പറയുന്നത് സുൽത്താന. ധാന്യങ്ങൾ കൊണ്ട് കിസാൻ की पत्नी से. ലാസ്റ്റ് വൺ, कोई चोर टाकू इस गाँव में ना आए. ഒരു കള്ളനും കൊള്ളക്കാരനും ഇവിടേക്ക് വരരുത് എന്ന് പറഞ്ഞത് സുൽത്താനാനെ. अपने साथियों से, തൻ്റെ കൂട്ടുകാരോട്. സാഥി മീൻസ് ഫ്രണ്ട്സ്. ഓക്കെ, ശബ്ദം पर അനുസ്വാർ और അനുനാസിക്. അനുസ്വാർ എന്ന് പറയുന്നത് ഇതും അനുനാസിക് എന്ന് പറയുന്നത് ഇതുമാണ് ഇടുന്നത് കേട്ടോ. അനുസ്വാർ അനുനാസിക് ശ്രദ്ധിക്കാം. ആങ്കൻ ഫസ്റ്റ്, അവിടെ അനുനാസികാണ് ഫസ്റ്റത്തേന് വന്നത്. ആങ്കൻ. ഗാവ് അനുനാസിക്. ബന്ദൂക്ക് അനുസ്വാർ. ബന്ദൂക്ക് കണ്ടോ. शांति अनुस्वार. मूंछ अनुनासिक. इंतजार अनुस्वार. അപ്പോൾ അനുസ്വാർ എന്താണ്? അനുനാസിക്. ഓക്കെ. രാക്കെ വിഭിന്ന രൂപമൊക്കെ ശബ്ദ ലിഖിയും. അവിടെ ഓരോ ശബ്ദങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഈ രണ്ടെണ്ണം കൂടെ കൂട്ടി എഴുതി കൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. രാ എന്ന ശബ്ദത്തിൻ്റെ രാക്കെ വിഭിന്ന രൂപമൊക്കെ ശബ്ദ ലിഖിയും. ഖബർ എന്ന് കൊടുത്തിട്ടുണ്ട്. ഖബർ ന്യൂസാണ് അല്ലേ. രാസ്ത അതും രാണ്. തരീക്ക സാധാരണഗതിയിൽ നമ്മൾ യൂസ് ചെയ്യണ രാ ഉണ്ടോ. യെസ്, നെക്സ്റ്റ് കാർത്തിക്. കാർത്തിക് ചർറ ഉണ്ടോ. ഋകാരം ആണ് ഈ റാ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ചർറ. പരിവർത്തൻ. നെക്സ്റ്റ് പ്രദേശ് എന്നാണ്. ബേഫിക്രി. അതായത് ഇത് ഒരു തരം റായാണ്, അതുകൊണ്ടാണ് ബേഫിക്രി. പ്രഭാവ്. അടുത്ത രാഷ്ട്രീയ എന്നുള്ളതിന് ട്രക്ക്, ഡ്രം ഉണ്ടോ. വിഭിന്ന രൂപവാലെ രാക്കെ ശബ്ദ. ഓക്കെ, നെക്സ്റ്റ്
കംപ്ലീറ്റ് ദ സെൻറ്റൻസസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് കറക്റ്റ് വേർഡ്സ്. ഉചിത ശബ്ദ സെ വാക്യ പൂരേ കരേ. ശരിയായിട്ടുള്ള ശബ്ദം കൊടുത്തിട്ട് വാക്യത്തെ പൂർത്തീകരിക്കാനാണ്. ബഹനെ ഭായിക്കോ മിഠായി അവർ നാരിയൽ ഭേണ്ട് കർത്തി ഹൈം. അവിടെ സെൻറ്റൻസ് പ്ലൂറൽ ആയതുകൊണ്ട് ഹൈം എന്നാണ് അവിടെ ചേർത്ത് കൊടുക്കേണ്ടത്. ഹൈം. സെക്കൻഡ്, മേം തോ അധ്യാപകും. ഞാൻ എന്നാണ്. മേം, ഞാൻ അധ്യാപകനാണ്. അതുകൊണ്ട് ഉസേ തുമേ പഠാനെ ആയാഹു, ഞാൻ നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി വന്നതാണ്. തേർഡ് വൺ, താൽമേം, പ്ലേറ്റിൽ ഇല്ലെന്നാണ്. ഈ മേം രണ്ട് വരട്ടെങ്കിൽ അത് ഞാനെന്നും ഒരു വരട്ടാൽ അത് ഇല്ലെന്നുമാണ് യൂസ് ചെയ്യുന്നത്. താൽമേം രോലി ചാവൽ ഔർ ലഡ്ഡു രഖേ ഹൈ. ഉസ്നെ ഖബർ ഭേജി, അവൻ ലെറ്റർ അയച്ചു. കി എന്തെന്നാൽ, കി അവിടെ എന്തെന്നാൽ ഇടത്തോട്ടാണ് വള്ളിയിടേണ്ടത്, മാറിപ്പോരുത്. മേരെ പാസ് കഹാനിയോ കി, കഥകളുടെ, ഇവിടെ കീ ആണ്, ഈ കഹാനിയോ കി. ओके. बहनों भाई को मिठाई और नारियल भेंट करती है. मैं तो अध्यापक हूँ और तुम्हें पढ़ाने आया हूँ. थाल में रोली चावल और लड्डू रखे हैं. उसने खबर भेजी कि वह कल आएगा. അവൻ നാളെ വരും എന്നുള്ള വാർത്ത അയച്ചു. मेरे पास कहानियों की पुस्तक है. ओके. yes, next, fourth activity number 4. वाक्य में स्पष्टता लाने के लिए വിരാം ചിഹ്ന का प्रयोग किया जाता है. വാക്യത്തിൽ ഒരു സ്പഷ്ടത കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് വിരാം ചിഹ്നം നമ്മൾ യൂസ് ചെയ്യുന്നത്. കുച്ച് വിരാം ചിഹ്ന ഹേ, കുറച്ച് വിരാം ചിഹ്നം താഴെ കൊടുത്തിട്ടുണ്ട്. ഒരു 4 വിരാം ചിഹ്ന, പൂർണ്ണ വിരാം, ഫുൾ സ്റ്റോപ്പ്, അല്പവിരാം, കോമ, വിസ്മയാദി ബോധക്, എക്സ്ക്ലമേഷൻ, പ്രശ്നവാചക്, ക്വസ്റ്റ്യൻ മാർക്ക്. അപ്പോൾ ഇത്രയും വിരാം ചിഹ്നം ചേർത്തിട്ട് താഴെ സെൻറ്റൻസ് കൊടുത്തിട്ടുണ്ട്. അതിന് കറക്റ്റായിട്ടുള്ളത് ഇട്ട് കൊടുക്കാനാണ്. ഫസ്റ്റ് ഉചിത വിരാം ചിഹ്ന. ഫസ്റ്റ്, ഏക് മക്കാൻ ഗാവ് സെ ജറാ ബാഹർ ഹെ. അത് തികച്ചും എന്താണ്, ആ സെൻറ്റൻസ് അവിടെ കംപ്ലീറ്റ് ആയി. അതുകൊണ്ട് അവിടെ ഫുൾ സ്റ്റോപ്പാണ് കൊടുക്കേണ്ടത്, അല്ലേ? ഫസ്റ്റ് ഫുൾ സ്റ്റോപ്പ്. സെക്കൻഡ് വൺ, തു യഹാ ക്യോ ഖടി ഹെ. അതൊരു ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ എന്താ ഇവിടെ നിൽക്കണേ, അല്ലേ? അവിടെ ക്വസ്റ്റ്യൻ മാർക്ക്. സെക്കൻഡ് വൺ, തു യഹാ ക്യോ ഖടി ഹെ. തേർഡ് വൺ, മാം ബാസാർ സെ. അമ്മ മാർക്കറ്റിൽ നിന്നും. പിന്നെ കുറച്ച് സാധനങ്ങൾ കൊണ്ടുവന്നു. അപ്പോൾ അവിടെ നമ്മൾക്ക് അല്പം നിർത്തേണ്ടതുണ്ട്. മാർക്കറ്റിൽ നിന്നും. രോലി കൊമ രോലി ചാവൽ, അല്ലേ? രാഖി. പിന്നെ രാഖി കഴിഞ്ഞിട്ട് ഔർ വരുന്നുണ്ട്. അവിടെ പിന്നെ നമുക്ക് കോമയുടെ ആവശ്യം വരുന്നില്ല. ഔർ ലഡ്ഡു ലായി. ഫോർത്ത് വൺ, ബഹൻ സുൽത്താന ബന്ദൂക്കി ഗോലിയോ സെ നഹീ ഡർത്ത. ബഹൻ എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു എക്സ്ക്ലമേഷൻ മാർക്കാണ് കൊടുക്കേണ്ടത്. സുൽത്താന ബന്ദൂക്കി ഗോലിയം, സുൽത്താൻ ഒരിക്കലും തോക്കിലെ ഉണ്ടകളെ ഭയന്നിരുന്നില്ല എന്ന് എഴുതിയിട്ട് ഒരു ഫുൾ സ്റ്റോപ്പ് കൊടുക്കുക. അപ്പോൾ അവിടെ ആ സെൻറ്റൻസ് അവസാനിക്കുകയാണല്ലോ, അപ്പോൾ അവിടെ ഫുൾ സ്റ്റോപ്പ്. ഫിഫ്ത്ത് വൺ, മയങ്കിനെ കഹ. മയങ്ക് പറഞ്ഞു. കഹ എന്ന് കഴിഞ്ഞിട്ട് ഒരു കോമ ഇട്ട് കൊടുക്കണം. മയങ്കിനെ കഹ, കോമ ഇട്ടിട്ട് യഹ് മേരി ബഹൻ കാ ഗാവ് ഹെ. ഇതെൻ്റെ സഹോദരിയുടെ ഗ്രാമമാണെന്ന് അവിടെ ഒരു കൊട്ടേഷനിൽ കൊടുത്തിട്ട് ഫുൾ സ്റ്റോപ്പ് ഇട്ടാൽ തീർന്നു കേട്ടോ. ഇനി പഠേം ഔർ സമझे और लिखें. रीड, अंडरस्टैंड एंड राइट. जिन शब्दों के एक से अधिक अर्थ होते हैं. ചില വാക്കുകൾക്ക് ഒന്നിലധികം അർത്ഥങ്ങളുണ്ടാവും. ഇത് നമ്മൾ പറയുന്ന പേരാണ് അനേകാർത്ഥി ശബ്ദം എന്ന് പറയുന്നത്. എക്സാമ്പിൾ, അംബർ. അംബർ മീൻസ് സ്കൈ, ആകാശാണ്. ആകാശ്, വസ്ത്രമെന്നും ആകാശമെന്നും ഈ അംബറിന് നമുക്ക് അർത്ഥങ്ങളുണ്ട്. ഫൽ, ഖാനെ കാ ഫൽ, അല്ലേ? ഫ്രൂട്ട്സിന് ഫൽ എന്ന് പറയും. പരിണാം, എന്താ, ചേഞ്ച്, മാറ്റം. അതിന് നമ്മൾ ഫൽ എന്ന് പറയാറുണ്ട്. പ്രത്യേക ശബ്ദ കാ अर्थ समझकर वाक्य बनाए. अंडरस्टैंड द मीनिंग ऑफ ईच वर्ड्स एंड मेक द सेंटेंसेस. അതിനകത്തുണ്ട് ഉത്തർ, കർ, പർ, ഹര.
ഉത്തരം എന്നുള്ളതിന് 2 മീനിങ്സ്, ജവാബ് ആൻസർ എന്നും ദിശ അല്ലേ സൈഡ്, അതിന് നമ്മൾ ഉത്തരം എന്ന് പറയാറുണ്ട്. കർ എന്നാൽ ഹാത്ത് കൈ എന്നും, ടാക്സിന് നമ്മൾ കരമടയ്ക്കുക എന്ന് പറയുന്നിട്ടില്ലേ, അങ്ങനെ പങ്ക് വിങ്സ്, അതിൽ പരന്തു എന്നാൽ എന്നുള്ള അർത്ഥം പറയുന്നുണ്ട്. ഹര മീൻസ് ഒരു കളറാണ്, രംഗ് എന്ന് പറയുന്ന കളറും, പിന്നെ ഹരാന പരാജയപ്പെടുത്തുക എന്നുള്ളതിനും ഹര എന്നുള്ള വേർഡ് നമ്മൾ യൂസ് ചെയ്യും. അപ്പോൾ ഇതുകൊണ്ടുള്ള സെൻറ്റൻസ് മിസ് സെൻഡ് ചെയ്ത് തരാം. അപ്പോൾ ബാക്കിയൊക്കെ നോട്ട്ബുക്കിലേക്ക് എഴുതാം. ഇതിനകത്ത് എഴുതേണ്ടാത്തത് വ്യാകരൺ ബോധിൽ 1, 2 വ്യാകരൺ ബോധിൽ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഒഴിച്ച് ബാക്കിയൊക്കെ നോട്ടിൽ നല്ല നീറ്റായിട്ട് എഴുതണം. അപ്പോൾ our chapter is completed. Today that's enough. We will meet next class. Okay, thank you.